വന്നിരിക്കുന്നത്. അപ്പോൾ സാധാരണ ഞാനിങ്ങനെ വ്ലോഗ് അങ്ങനത്തെ വീഡിയോസ് ഒക്കെയാണ് കൂടുതലും ഇടാറ്. അപ്പോൾ ഇന്നൊരു കുക്കിങ്ങിന്റെ വീഡിയോ ഇടാന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഈവനിങ്ങിൽ ഒരു സ്നാക്സ് പോലെയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പാൽക്കൊഴുക്കട്ടയുടെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഞാനിത് യൂട്യൂബിൽ തന്നെ കണ്ടതാണ് ഈ സാധനം. അപ്പൊ ചേട്ടൻ കുറച്ച് നാളെ പറയുന്നു ഇതൊന്ന് ഉണ്ടാക്കണം. അപ്പൊ ഞാനിതൊരു നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇന്ന് എന്തായാലും ഒന്ന് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. എന്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ വീഡിയോ ലാസ്റ്റ് വരെ കാണാൻ ശ്രമിക്കാട്ടോ എല്ലാവരും. നമുക്കിത് വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ അരിപ്പൊടി കണ്ടെടുത്തിരിക്കുന്നത്. നമ്മുടെ നോർമൽ അരിപ്പൊടിയില്ലേ നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങിച്ചാൽ ആ അരിപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ അത് ഒരു രണ്ട് ഗ്ലാസ് അരിപ്പൊടിയാണ് എടുത്തത്. ഒരു 5 പേർക്ക് കഴിക്കാൻ പാകത്തിനാണ് കേട്ടോ ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത്. 2 ഗ്ലാസ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 500 ഗ്രാമൊക്കോളം വരുമായിരിക്കും. പിന്നെ അതിനകത്തോടെ ആവശ്യത്തിന് ഉപ്പ്, ഒരു ടീസ്പൂൺ ഉപ്പ്, പിന്നെ അതേപോലെ ഒരു 1/4 ടീസ്പൂൺ ജീരകം, നല്ല ജീരകമാണ് കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള മധുരം, നമുക്ക് ഉണ്ടക്ക് ചില മധുരം വേണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട്, പിന്നെ 1 കപ്പ് വെള്ളം. ഞാനിപ്പോൾ ഈ ഒരു കപ്പിൽ 1 കപ്പ് വെള്ളം ഒഴിച്ചു. വെള്ളം നമുക്ക് ആവശ്യത്തിന് ഒഴിക്കണം. കാരണം ചിലപ്പോൾ നമ്മുടെ കൊഴുക്കട്ടയുടെ ഒരു പാകത്തിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ കുഴച്ചെടുക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വെള്ളം നമ്മൾ കുറേശ്ശെ ആദ്യം ഒഴിച്ചു കൊടുക്കണം. എല്ലാം കൂടെ ഒറ്റയടിക്ക് ഒഴിച്ചാൽ ചിലപ്പോൾ ലൂസായി പോയാൽ പറയാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ലൂസ് ആവാനും പാടില്ല, ഒരുപാട് കട്ടിയായിട്ടിരിക്കാനും പാടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വെള്ളം ആദ്യമേ തന്നെ ഒഴിച്ചു കൊടുക്കരുത്. കുറേശ്ശെയായിട്ട് അതിൻ്റെ പാകം നോക്കിയിട്ട് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. ഞാനപ്പോൾ ആ 1 കപ്പ് വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമത് പിന്നെ ഒരു 3/4 കപ്പോളം വെള്ളം പിന്നെ ഒഴിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പാകം നോക്കി വേണം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നല്ലോണം ഇത് കുഴച്ചെടുക്കാം. അപ്പോൾ കുഴച്ചെടുക്കുമ്പോഴേക്കും ഞാനിപ്പോൾ നമ്മൾ ഇടിയപ്പത്തിനൊക്കെ കുഴക്കുമല്ലോ, അതേപോലെയൊക്കെയാണ് ഞാൻ കുഴച്ചെടുത്തത്. പിന്നെ കുഴക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം നമ്മൾ തിളച്ച വെള്ളമാണ് ഇതിനകത്തോട്ട് ഒഴിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒഴിക്കുമ്പോൾ ആദ്യം സ്പൂൺ കൊണ്ട് വേണം നമ്മൾ ഇത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അല്ലാതെ നമ്മൾ ഡയറക്റ്റ് കൈ കൊണ്ടിട്ട് കഴിഞ്ഞാൽ നമ്മുടെ കൈ പൊള്ളും. അപ്പോൾ അതുകൊണ്ട് ആദ്യമേ കുറച്ച് നേരം സ്പൂൺ കൊണ്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം മാത്രം വേണം നമ്മൾ കൈ കൊണ്ട് ഇത് കുഴച്ചെടുക്കാൻ, അല്ലാതെ കൈ കൊണ്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ സ്പൂണോട് നല്ലോണം ഇത് മിക്സ് ചെയ്തെടുത്തു. അതായത് നമ്മൾ അങ്ങനെ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും വെള്ളം നമുക്ക് ഇനിയും വേണോ അല്ലെങ്കിൽ ഇത് വേണ്ടയോ എന്നുള്ളതൊക്കെ. അപ്പോൾ ഞാൻ ഈ ഒരു പാത്രത്തിന് ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലോണം ഇത് കുഴച്ച് ഒരുപാട് കുഴച്ചെടുക്കൊന്നും വേണ്ട. അപ്പോൾ അത്യാവശ്യം നമ്മൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് നല്ല പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഈ ഒരു പാകത്തിന് വേണ്ട നമ്മൾ കുഴച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ വെള്ളം ഒരുപാട് കൂടിയിട്ടൊന്നുമില്ല, അതേപോലെ കുറഞ്ഞു പോയിട്ടൊന്നുമില്ല. അപ്പോൾ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതേപോലെ ഒരു ഉരുളകളാക്കി എടുക്കണം. ഒരു കുഞ്ഞു ഉരുളകൾ നമുക്ക് ഇഷ്ടമുള്ള സൈസിൽ നമുക്ക് എടുക്കാമത്. ഓരോ കുഞ്ഞു ബോളുകളായിട്ടുള്ള ഇത് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയായിരിക്കും കേട്ടോ അത്. അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ ഇപ്പോൾ ഞാൻ എടുത്തത് ഇച്ചിരി വലിയ സൈസാണ്, കാരണം ഇച്ചിരി വലുതായിപ്പോയി. നിങ്ങൾ എടുക്കുമ്പോൾ വേണമെങ്കിൽ ഇച്ചിരി കൂടി ചെറിയ ഉരുളകളാക്കി കുഞ്ഞു ബോൾസാക്കി എടുക്കണമെങ്കിൽ കുറച്ചും കൂടി നല്ലത്. നമുക്ക് ഇങ്ങനെ കോരി തിന്നാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അങ്ങനെ ഇതെല്ലാം കൂടെ പിന്നെ നമുക്ക് ആവിയേറ്റെടുക്കാം. അപ്പോൾ ഞാൻ ഇടിപ്പാത്രത്തിൽ ഒരു വാഴയിലൊക്കെ വെച്ചിട്ട് അതിനകത്തോട്ട് ആ കുഞ്ഞു ബോൾസ് എല്ലാം കൂടെ പെറുക്കിയിട്ടിട്ട് ആവിയേറ്റാൻ വേണ്ടി അടുപ്പത്തോട്ട് വെച്ചു. ഒരു 10-15 മിനിറ്റൊക്കെ ആവിയേറി കഴിയുമ്പോഴേക്ക് ഈ സാധനം റെഡി ആവും കേട്ടോ. ഇനി നമുക്കിതിന് വേണ്ടിയിട്ടുള്ള തേങ്ങാപ്പാൽ റെഡിയാക്കി എടുക്കാം. അപ്പോൾ തേങ്ങാപ്പാലിന് വേണ്ടി ഒരു മുറി തേങ്ങയാണ് എടുത്തത്. അത് അത്യാവശ്യം നല്ല കഴമ്പുള്ള തേങ്ങയായിരുന്നു. അത് 1 മുറി തേങ്ങയാണ് എടുത്തത്. അതിനകത്തോട്ട് ആവശ്യത്തിന് വെള്ളം ചേർക്കുക. നമുക്ക് അങ്ങനെ പിഴിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണല്ലോ, പാലായിട്ട് എടുക്കാനുള്ളൂ. അപ്പോൾ അതിനാവശ്യത്തിന് വെള്ളം കൂടെ ഒരു 3/4 കപ്പോ 1/2 കപ്പോ വെള്ളം ചേർത്ത് അത് നല്ലോണം അരച്ചെടുത്ത് പിഴിഞ്ഞെടുത്തിട്ട് നമ്മൾ തേങ്ങാപ്പാൽ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിനകത്ത് ആവശ്യത്തിന് നമ്മുടെ മധുരം ഇട്ട് കൊടുക്കുക. നമുക്ക് ആവശ്യത്തിന് എന്തോരം മധുരം വേണോ അത്രയും ഇട്ട് കൊടുക്കുക. ഞാനൊരു 3 ടേബിൾ സ്പൂൺ ആണ് ഇട്ട് കൊടുത്തത് പഞ്ചസാര. ഇവിടെ ഇച്ചിരി മധുരം എല്ലാവർക്കും ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു 3 ടേബിൾ സ്പൂൺ ഇട്ടായിരുന്നു. പിന്നെ 2 ഏലക്കയും കൂടി ഇട്ടായിരുന്നു. ഏലക്ക നമുക്ക് പൊടിച്ചിട്ടോ അല്ലെങ്കിൽ അല്ലാണ്ടോ ഇടാം കേട്ടോ. പിന്നെ ഇതൊന്ന് കുറുകാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി ഇട്ടു കേട്ടോ. അതും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തു. അത് കട്ടയൊന്നും കെട്ടി കിടക്കരുതല്ലോ, അതുകൊണ്ട് നല്ലോണം ഇളക്കിയെടുത്തു. എന്നിട്ട് ഇനി നമുക്ക് ഈ പാലൊന്ന് ചെറുതായിട്ട് കുറുക്കിയെടുക്കാം. അപ്പോൾ അടപ്പത്ത് വെച്ചിട്ട് നേരിയ തീയിൽ വെച്ച് ഇതൊന്ന് കുറുക്കിയെടുക്കണം. തീ ഒരുപാട് കൂടിപ്പോയി കഴിഞ്ഞാൽ ഫുൾ തീയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഈ പാല് ചീത്തായി പോകും. തേങ്ങാപ്പാലാണല്ലോ, നമുക്ക് അല്ലാണ്ട് വേണമെങ്കിൽ കവർ പാലും നമുക്ക് എടുക്കാം കേട്ടോ. കവർ പാലാകുമ്പോൾ നമുക്ക് അത്രയും പേടിക്കണ്ട. തേങ്ങാപ്പാലാകുമ്പോൾ അതിൻ്റെ തീയിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് കുറുക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ചെറുതായിട്ട് ഒന്ന് കുറുക്കി വരുമ്പോഴേക്കും നമ്മൾ ആ വേവിച്ച് വെച്ച ബോൾസ്, ആ കുഞ്ഞു ബോൾസ് എല്ലാം കൂടെ ഇതിനകത്തോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരുപാട് അങ്ങോട്ട് കുറുകരുത്. നേരിയതായിട്ടൊന്ന് കുറുകി വരുമ്പോൾ തന്നെ നമുക്ക് ഈ ബോൾസ് ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് നല്ലോണം ഇളക്കി അത് ആ തേങ്ങാപ്പാൽ അത്യാവശ്യം നല്ലോണം ഒന്ന് കുറുകി വന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. നല്ലോണം ഒന്ന് കുറുക്കി ഇപ്പോൾ ഈ ഒരു പരുവത്തിനായിട്ടുണ്ട്. ഈ ഒരു പരുവത്തിനായി കഴിയുമ്പോഴേക്കും നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ ആദ്യമേ തേങ്ങാപ്പാൽ പിഴിഞ്ഞപ്പോൾ തലപ്പാൽ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 3/4 കപ്പോളം തലപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ തലപ്പാൽ നമുക്ക് ഇപ്പോൾ ഇട്ട് കൊടുക്കാം അതിനകത്തോട്ട്. തേങ്ങാപ്പാൽ ഒഴിച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോഴേക്ക് നമ്മുടെ പാൽ കൊഴുക്കട്ട ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടോ. ഇത് ഉണ്ടാക്കാനായിട്ട് സുഖമാണ്, അതുപോലെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. കുഞ്ഞു പിള്ളേരോട്ട് വലിയ ആൾക്കാർക്ക് വരെ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും മറക്കാൻ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.